ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ പറയാൻ പോകുന്നത് ഈയിടെ ഉണ്ടായിട്ടുള്ള ഒരു വിവാദമായിട്ടുള്ള ഒരു ഉത്തരവിനെ കുറിച്ചാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ തീരദേശ മേഖലയിൽ നിന്ന് വിദേശ കപ്പലുകൾക്ക് മീൻ പിടിക്കാനുള്ള അവകാശം കൊടുത്തുകൊണ്ടുള്ള ഒരു ഉത്തരവാണ്. അത് ഇന്നലെയോ തുടങ്ങിയിട്ടുള്ളതല്ല, മൻമോഹൻ സിംഗിന്റെ കാലത്ത് തന്നെ തുടങ്ങിയിട്ടുള്ള ഒരു ഉത്തരവാണ്. ആ ഉത്തരവ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും അത് ഇന്ത്യയുടെ തീരദേശത്ത് താമസിക്കുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് വരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ഉപജീവനത്തിലുള്ള മാർഗം അടഞ്ഞു പോകുന്ന ഒരു സംഭവമാണ്, ഒരു ഉത്തരവാണ്. നമുക്കറിയാം, ഇന്ത്യയുടെ തീരദേശം എന്ന് പറയുന്നത് 8000-ലധികം കിലോമീറ്ററുകൾ വ്യാപിച്ചു കിടക്കുന്നതാണ്. അവിടെ ആ തീരപ്രദേശങ്ങളിൽ തന്നെ ലക്ഷക്കണക്കിന് ജനങ്ങൾ താമസിക്കുന്നു. അവരുടെ ഒരു ഉപജീവന മാർഗം തന്നെയാണ് ഈ മത്സ്യബന്ധനം എന്ന് പറയുന്നത്. ഈ മത്സ്യബന്ധനം അവരുടെ ചെറുകിട ഉപാധികൾ ഉപയോഗിച്ച്, ചെറുകിടമായ ചെറിയ ചെറിയ ബോട്ടുകളോ വള്ളങ്ങളോ ഉപയോഗിച്ച് അവരുടെ ജീവനത്തിനായി ഉപയോഗിക്കുന്ന ഈ ഒരു പ്രവണത ഇല്ലാതാക്കുന്നതാണ് ഈ ഒരു തീരുമാനം. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള ഒരു രാഷ്ട്രമായി ഇന്ത്യ മാറിയിരിക്കുന്നു. അപ്പോൾ ഈ ചെറുകിടക്കാരായ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയി പിടിച്ചുകൊണ്ടുവരുന്ന മീനുകൾക്ക് ഇവിടെ തന്നെ, നമ്മുടെ നാട്ടിൽ തന്നെ ഇഷ്ടം പോലെ മാർക്കറ്റുണ്ട്, അതിന് ഡിമാൻഡുണ്ട്. അതിനെ അവരുടെ ഡിമാൻഡിനനുസരിച്ച് അതിനുള്ള വരുമാനം ഉണ്ടാകുകയും ആ തൊഴിലാളികൾക്ക് ഉപജീവനത്തിനുള്ളൊരു മാർഗം ഉണ്ടാകുകയും അത് ആ അന്തരീക്ഷം ഇല്ലാതാക്കുന്ന ഒരു പ്രവണതയാണിത്. എന്തിനാണ് ഈ വിദേശ കപ്പലുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു ബോട്ടൊന്നല്ല, ലക്ഷക്കണക്കിന് ടൺ മീനുകൾ പിടിച്ച് സ്റ്റോർ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളോടുകൂടിയ ഈ കപ്പലുകൾ വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ മത്സ്യസമ്പത്തും ഊറ്റിപ്പെറുക്കി അവർ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ മത്സ്യസമ്പത്ത് എന്ന ഒരു സംഭവം തന്നെ ഇല്ലാതാക്കാൻ പര്യാപ്തമായ വലിയ കപ്പലുകളാണിത്. ഒരുപക്ഷെ അത് ഇവിടുത്തെ മത്സ്യസമ്പത്ത് തന്നെ ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് മാറിക്കഴിയും. ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ ഉപജീവനം അടച്ചുകൊണ്ടുള്ള ഈ തീരുമാനം വളരെ അധികം എതിർപ്പുകൾക്ക് മറ്റും കാരണമാകുന്ന ഒരു സംഭവമാണ്. അതിനാൽ നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്നത് ദശകങ്ങളായി വിദേശീയരുടെ ഭരണത്തിലായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന പ്രകൃതി സമ്പത്തുകളും ധാതുക്കളും ലവണങ്ങളും സമ്പത്തും എല്ലാം ഇവിടുന്ന് ഊറ്റിപ്പിടിച്ചുകൊണ്ട് അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയി അവരുടെ ഒരു വ്യവസായശാലകളും മറ്റും സ്ഥാപിച്ചുകൊണ്ട് അവരുടെ ജനങ്ങൾക്ക് സമ്പത്തുണ്ടായി കൊടുത്ത് അവർ സമ്പന്നന്മാരായി. ഇവിടെ ബ്രിട്ടീഷ് ഭരണത്തിൽ ആകെ ഉണ്ടായിട്ടുള്ള വെച്ചാൽ അവരുടെ നാട്ടിലേക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ അല്ലെ അസംസ്കൃത വസ്തുക്കൾ ഇവിടുന്ന് കൊണ്ടുപോകാനായിട്ട് റോഡുകളും റെയിൽവേയും
പോർട്ടുകളും അതുപോലെ തന്നെ വിമാനത്താവളങ്ങളുമാണ് വികസിപ്പിച്ചെടുത്തത്. അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ പ്രകൃതി വസ്തുക്കളും സമ്പത്തും എല്ലാം ഇവിടുന്ന് ഊറ്റിക്കുടിച്ചുകൊണ്ട് അവിടെ ഫാക്ടറികളും അവരുടെ സ്ഥാപനങ്ങളും തുടങ്ങി അവർ സമ്പന്നരാകുകയും അവർ സുഖകരമായ ജീവിതം നയിക്കുകയും ഇന്ത്യയിലെ ജനങ്ങൾ പട്ടിണി പാവങ്ങളുമായി വരികയും ചെയ്തു. അങ്ങനെ ഇന്ത്യയിലെ ഈ ദാരിദ്ര്യത്തിന് കാരണമായ ഈ ഭരണം, ബ്രിട്ടീഷ് ഭരണം, അതിനെ ആക്കം കൂട്ടുന്ന ഇന്ത്യയിലെ ജനങ്ങൾ വീണ്ടും ദുരിതത്തിലാക്കുന്ന ഒരു പ്രവണതയാണിത്. ഇവിടുത്തെ ജനങ്ങൾ, ഇവിടുത്തെ കർഷകർ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ അവർ കടലിൽ പോയി പിടിച്ചുകൊണ്ടുവരുന്ന ഈ ചെറുകിട ഉപാധികൾ ഉപയോഗിച്ച് പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യങ്ങളും ഇവിടെ അതിന് വിപണിയുണ്ട്, ജനങ്ങളുണ്ട്, ഡിമാൻഡുണ്ട്. അവർക്ക് ജീവിക്കാൻ ആവശ്യമായ പണം അല്ലെങ്കിൽ പണത്തിൻ്റെ ലഭ്യത കിട്ടുകയും അവർക്ക് സുഖകരമായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കുകയും ചെയ്യുന്ന ആ അന്തരീക്ഷത്തെ തകിടം മറിച്ചുകൊണ്ട് ഉള്ള ഒരു തീരുമാനമാണിത്. അതുകൊണ്ട് ഇതിനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. നമ്മുടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി, അവരുടെ ദാരിദ്ര്യത്തെ കുറച്ചു കൊണ്ടുവരുന്നതിനും അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും ഉള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. ഇനിയും വിദേശികരായ സാമ്രാജ്യ ശക്തികളെ അവർക്ക് തിന്നുകൊഴുക്കാനുള്ള അവസരം ഉണ്ടാക്കാതെ നമ്മുടെ ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈ പ്രവണത തുടർന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആരോഗ്യത്തിൻ്റെ സമ്പത്തും കൂടിയാണിത്. മത്സ്യവിഭവങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങളും ഭക്ഷണവും മറ്റു സാധനങ്ങളും ഉപയോഗിക്കുന്നത്, കഴിക്കുന്നതും. അതൊരു ആരോഗ്യത്തിൻ്റെ സമ്പത്തും കൂടി വേണം. ഒരു ആരോഗ്യമുള്ള ജനങ്ങളാണ് രാജ്യത്തിൻ്റെ സമ്പത്ത്. അത് ഇല്ലാതാക്കുന്ന എല്ലാ പ്രവണതകളും അവസാനിപ്പിക്കാൻ പ്രിയപ്പെട്ട ഭരണാധികാരികളെ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അത് ജനങ്ങൾക്ക് ക്ഷേമം നൽകുന്ന, ഇന്ത്യയിലെ ജനങ്ങൾക്ക് ക്ഷേമം നൽകുന്ന നടപടികളിലേക്ക് നീങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം.